വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ തിങ്ക് ആഫ്റ്റർ ലോങ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ അത് നന്നായിട്ട് യൂസ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് പറയുന്നതല്ലേ നല്ലത്. ഞാൻ ഇവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ എനിക്കുണ്ടായ അതിനോടുള്ള യൂസസും കാര്യങ്ങളും അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് പറയാൻ പോണത്. ഫസ്റ്റ് എൻ്റെ സ്കിൻ ടൈപ്പ് നോർമലായിരുന്നു. കമ്പാരിറ്റീവ്ലി ഒന്നുമല്ല, ഒരു കുഴപ്പമില്ല, ഓയിലില്ല, ഒന്നുമില്ലാത്തൊരു സ്കിന്നായിരുന്നു. അത് കുറച്ച് കാലത്തിന് ശേഷം പിമ്പിൾ വരാൻ തുടങ്ങി, ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞപ്പോഴേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറെ അടുത്താണ് ഞാൻ ആദ്യം പോയത്. ഞാൻ അതും ഇതൊന്നും വാരി തേക്കാൻ നിന്നില്ല, കാരണം എനിക്കറിയാം ഞാൻ എന്ത് തേച്ചാലും ശരിയാവുന്നില്ല. ഞാൻ വീട്ടിലുള്ള കള്ളമാവും അതും ഇതൊക്കെ ഫേസ് വാഷ് പകരം കടലമാവൊക്കെ യൂസ് ചെയ്തൊരു ടൈമുണ്ട്. എനിക്ക് എന്ത് തേച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ അന്ന് ഡോക്ടറെ അടുത്തൊരു കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത്, മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഈ 3 ബ്രാൻഡിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായ 3 ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, അത് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടായി തോന്നിയത്, അതായത് എൻ്റെ സ്കിന്നിന്. ഞാൻ പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നായി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇത് വെറും നോർമൽ സ്കിന്നായിരുന്നു, പിന്നെ അത് ഡ്രൈ സ്കിന്നായി മാറി. അതെങ്ങനെ മാറി എന്ന് എനിക്കറിയില്ല, എപ്പോഴും അറിയില്ല. അത് ഡോക്ടർ നമ്മൾ ശ്രദ്ധിക്കാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ടൈപ്പും മാറും, എല്ലാം മാറും. ആദ്യം ഉണ്ടായ സ്കിന്നേ ആവില്ല, പിന്നെ നമ്മൾ ആ ഒരു ബാക്ക് ടു നമ്മൾ സ്കിന്നിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും, നന്നായിട്ട് സമയം എടുക്കും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യും, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പിന്നെ എനിക്ക് പിമ്പിളിൻ്റെ മാർക്ക് പോകാൻ ഡോക്ടർ സെറാൻ തന്നിട്ടുണ്ട്, അതും അപ്ലൈ ചെയ്യും, നൈറ്റും മോർണിംഗും ബിഫോർ ഓഫീസും കാര്യങ്ങളും അതൊക്കെ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പം ടോപ്പിക്കിലേക്ക് വരാം. അപ്പം ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോണ പ്രൊഡക്റ്റ് ഇതാണ്, കാണുന്നുണ്ടാവില്ല. ഡീകൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിനെ വല്ലാൻ ആരുമില്ല. അടിപൊളി മോയ്സ്ചറൈസർ ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതായത് ഒരു തിക്ക് ലെയർ പോലെ ഒരു കോട്ടിംഗ് ഒന്നും നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. പക്ഷെ എനിക്ക് സ്മെല്ലില്ലാത്ത പ്രൊഡക്റ്റാണ് ഇഷ്ടം, കാരണം സ്മെല്ലുള്ളത് സെൻറ്റഡ് പ്രൊഡക്ട്സിന് എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് വലിയ റിസൾട്ട് കിട്ടിയിട്ടില്ല. സോ എനിക്ക് സ്മെല്ലില്ലാത്ത ഇങ്ങനത്തെ പ്രൊഡക്ട്സിനോടാണ് താല്പര്യം. സോ ഐ തിങ്ക് സ്മെല്ലില്ലാത്തത് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആവും എന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് തേച്ചത്. അതുപോലെ തന്നെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇതിനെക്കൊണ്ട് ഒരു വാല്യൂ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും ഫേസും നെക്കും ഇയേഴ്സും എല്ലാം. ഇതിന് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ ഇത് നോൺ കോമിഡോജനിക് ആണ്. ലൈക്ക് കോമിഡോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് കുഞ്ഞി ബംസ് പോലത്തെ കുരുക്കളുണ്ടാവും. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനും ഇതിന് നന്നായിട്ട് റിസൾട്ട് തന്നിട്ടുണ്ട്. ആ കോമിഡോൺസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കോമിഡോൺസും ബ്ലാക്ക് കളർ കോമിഡോൺസും ഉണ്ടായിരിക്കും, കുഞ്ഞി ബംസ് പോലത്തെ റാഷസ് പോലത്തെ കാണാൻ പറ്റില്ല. എന്നാൽ അടുത്തേക്കൊക്കെ സൂം ചെയ്തിരുന്നാലും അങ്ങനത്തെ ഒരു കുരു കാണാൻ പറ്റില്ല. പിന്നെ ഇതിൽ വരുന്നുണ്ട് പ്രൊവൈഡ്സ് നോൺ ഓയിലി ഹൈഡ്രേഷൻ ആൻഡ് സൂത്തേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ സ്കിൻ ബാരിയർ. അത് സത്യമാണ്, കാരണം ഈ ക്ലോഗ്ഡ് പോഴ്സ് ഇല്ലേ, നന്നായിട്ട് ഓപ്പൺ പോഴ്സ്, ക്ലോഗ്ഡ് സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ്, ഇതൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. എനിക്ക് നന്നായിട്ട് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് പിന്നെ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗൻ ഫ്രീ ആണ്, പെട്ടെന്ന് അബ്സോർവ് ചെയ്യും, വെരി ജെൻറ്റിൽ ടു ദ സ്കിൻ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ കണ്ടോ, പക്ഷെ തണുത്ത ഫീൽ കേട്ടോ. ഐ ഫീൽ ലൈക്ക് പിന്നെ പോലെ ഡ്രൈ സ്കിൻ, പിമ്പിളിൻ്റെ പ്രശ്നം, കോമിഡോൺസ്, പിന്നെ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ വളരെ മൈൽഡായിട്ടുള്ള നോൺ ഫ്രാഗ്രൻസീവ് എഫക്റ്റീവായി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡീകൺസ്ട്രക്റ്റിൻ്റെ തന്നെ വാങ്ങിക്കാം. വേറെ ഒരു സൈറ്റൊന്നും വാങ്ങിക്കേണ്ട, വേറെ ഒരു ആപ്പൊന്നും വാങ്ങിക്കേണ്ട. ഇവരുടെ തന്നെ വെബ്സൈറ്റ് ഞാൻ മുന്നേ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, സൺസ്ക്രീനും ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ വാങ്ങിക്കുന്നതാണ് കുറച്ചും. അത് വേറെ ആപ്പ് കൊള്ളാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്ക് എന്തോ അറിയില്ല, എനിക്ക് ഇവരുടെ തന്നെ വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ഇത്. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഒരു ഡെർമറ്റോളജിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. സ്റ്റിൽ എനിക്ക് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഏത് സൺസ്ക്രീൻ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ഡീകൺസ്ട്രക്റ്റ് എന്നേ പറയുള്ളൂ. എനിക്കത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിനാവുമെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യുക, ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യാം. ആൻഡ് ഇത് ആരൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോനെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും, അവർക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടിന് ഒന്ന് പറയുക, വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു എവ്രി വൺ, ബൈ.